കതിരൂർ പുല്ലോട് ചുണങ്ങുവയൽ എരട്ടാങ്കണ്ടി താഴെ നടപ്പാതയുടെ നിർമ്മാണ ഉദ്ഘാടനവും പുല്ലോട്ടുംകാവ് വയോത്ത് താഴെ വയൽ റോഡ് ഉദ്ഘാടനവും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. ചടങ്ങിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുജയ അധ്യക്ഷയായി. വളരെ അഭിമാനത്തോടെ ഇടതുപക്ഷത്തിന് വീണ്ടും ജനങ്ങളെ സമീപിക്കാം. വികസനം ഞങ്ങൾ എന്താണോ ജനങ്ങളോട് പറഞ്ഞത് അത് ഏറെക്കുറെ ജനങ്ങൾക്ക് നടപ്പിലാക്കി കൊടുത്തു എന്ന അഭിമാനബോധത്തോടെയാണ് ഇത്തവണ വീണ്ടും ഇടതുപക്ഷം ജനസമിതി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷം ഇത്തവണ ഇലക്ഷൻ നേരിടുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ 14ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ജനങ്ങൾ കൊടുത്ത വാഗ്ദാനം പൂർണ്ണമായും നിറവേറ്റിയതിന്റെ ഭാഗമായി തലശ്ശേരി ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച വിജയം, ഏറ്റവും മികച്ച ഭൂരിപക്ഷവും കരസ്ഥമാക്കാൻ സാധിക്കും. കതിരൂർ പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 6 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നടപ്പാത പൂർത്തിയാക്കുക. ഒന്നാം ഘട്ടം 10 ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയിരുന്നു. ഉദ്ഘാടനം ചെയ്ത റോഡിൽ പുല്ലോട് ശ്രീ കൂർമ്പക്കാവ് തമ്പുരാട്ടിയുടെ കുളിച്ചെഴുന്നള്ളത്ത് ഘോഷയാത്രയാണ് ആദ്യമായി സഞ്ചരിച്ചത്. തമ്പുരാട്ടി തെയ്യത്തിന്റെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ, വാർഡ് മെമ്പർ ഷാഹിദ, റബ്കോ ചെയർമാൻ കാരായി രാജൻ എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.